കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. വേനൽ കടക്കുന്നതിനൊപ്പം ചാലിയാർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാകുന്നു. റോഡ് നിർമ്മാണത്തിനായി ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി മുറിച്ചുമാറ്റിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ ജനങ്ങൾ ഒരിറ്റു വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴും ബദൽ സംവിധാനമൊരുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ഇടിവണ്ണ മുസ്ലിം പള്ളിക്ക് സമീപം ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ മുറിച്ചുമാറ്റിയതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ഇടിവണ്ണ മൂലേപ്പാടം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായും പൈപ്പുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. കൃത്യമായ ബദൽ മാർഗങ്ങൾ കണ്ടെത്താതെ പൈപ്പുകൾ മുറിച്ചുമാറ്റാൻ അധികൃതർ മൗനാനുവാദം നൽകിയതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന പഞ്ചായത്താണ് ചാലിയാർ. 39 ആദിവാസി നഗറുകളിൽ ഭൂരിഭാഗമിടങ്ങളിലും വെള്ളമില്ല. കണ്ണംകുണ്ട് നഗറിലെ 34 കുടുംബങ്ങളും വട്ടിക്കുന്ന് കളക്കുന്ന ഭാഗങ്ങളിലെ നിവാസികളും കടുത്ത ദുരിതത്തിലാണ്. പഞ്ചായത്തുകൾ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുമ്പോൾ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. മുറിച്ചുമാറ്റിയ പൈപ്പുകൾ അടിയന്തരമായി പുനഃസ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കണമെന്ന് മുൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ ആവശ്യപ്പെട്ടു. മൊത്തത്തിൽ കേരളത്തിലൊട്ടാകെ അതിരൂക്ഷമായ ഈ ചൂടിന്റെ ഭാഗമായിട്ട് വേനൽ ചൂടിന്റെ ഭാഗമായിക്കൊണ്ട് വെള്ളപ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കണ്ണംകുണ്ട് കോളനിയിലേക്ക് വെള്ളം നിലച്ചത്. ഇവിടെ ഈ പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ്. ഇവരെന്താ വെച്ചാൽ ഈ പാലത്തിൻ്റെ പണി നടക്കുമ്പോൾ വെള്ളം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നിട്ട് വെള്ളം ഈ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പോൾ അടിയന്തരമായിട്ട് ആ വെള്ളം കട്ട് ചെയ്തത് അത് വീണ്ടും അവിടെ റീ അറേഞ്ച് ചെയ്തുകൊണ്ട് വെള്ളം അടിയന്തരമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലില്ല നമ്മളെ ചാലിയാർ പഞ്ചായത്തിൽ പല ഭാഗത്തും കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ഭരണസമിതി കൂടിയിട്ട് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഇത് അടിയന്തരമായിട്ട് ഇടവിട്ടും കൊണ്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടാണ്. ഇവിടെ കട്ട് ചെയ്ത ഭാഗം അറേഞ്ച് ചെയ്ത് കൊടുക്കണം അടിയന്തരമായിട്ട്. അതാണ് അതിന് ശാശ്വതമായ പരിഹാരം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കാറുള്ളത്. വലിയ തോടിന് കുറുകെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് തടസ്സമെന്നും ചൊവ്വാഴ്ചയോടെ പൈപ്പുകൾ പുനഃസ്ഥാപിക്കുമെന്നുമാണ് കരാറുകാർ നൽകുന്ന വിശദീകരണം. എന്നാൽ കിണറുകൾക്കൊപ്പം പുഴകളും വറ്റിവരേണ്ടതോടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി. അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. കൊടും ചൂടിൽ കിടന്ന് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടുത്തെ പാലത്തിൻ്റെ പേര് പറഞ്ഞ് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന പൈപ്പ് മുറിച്ചിട്ട് മാസങ്ങളായി. ഇന്ന് വരെ ചാലിയാർ പഞ്ചായത്തിൽ അങ്ങോട്ട് വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മുറിച്ചവരല്ലെങ്കിൽ ലോറിയിൽ കൊണ്ടുവന്ന് വെള്ളം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കട്ടെ. ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ കാലയളവിൽ ഈ പണി ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് എത്രയും വേഗം പഞ്ചായത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് കർശന നടപടി സ്വീകരിച്ച് എത്രയും വേഗം വാട്ടർ സപ്ലൈ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോളനികളിൽ ഒന്നിനും വെള്ളമില്ല. ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്ന വെള്ളമാണ്, അകമ്പാടം ഭാഗത്തേക്ക് പോകേണ്ട വെള്ളമാണ്. ഒരു സ്ഥലത്തേക്ക് അത് പോകുന്നില്ല. ഇപ്പം മുറിച്ച് കളഞ്ഞിരിക്കുകയാണ് പൈപ്പ്. അത് ആർക്കും ഇത് നോക്കിയാൽ കാണാവുന്ന കാര്യമല്ലേ. പാലത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ റോഡ് പണിയുടെ പേര് പറഞ്ഞ് ഇത്രയും കൊള്ള ചെയ്യാവോ? ഇത്രയും ജനങ്ങളെ ക്രൂശിക്കാവോ? ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? ഇന്നത്തെ അവസ്ഥ ഇതല്ലേ. 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലം. വെള്ളം കുടിക്കാനില്ല. എല്ലാവരുടെയും കിണറ്റിലെ വെള്ളം പറ്റിപ്പോയിരിക്കുന്നു. എന്നിട്ടും ഇത് ഇങ്ങനെയുള്ള പണി ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ യാതൊരു കാരണവശാലും കൂട്ടുനിൽക്കാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.